ഓൺലൈൻ ലോൺ ഭീഷണിയെ തുടർന്ന് യുവതി ജീവനൊടുക്കി വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതിയാണ് മരിച്ചത്. യുവതിയുടെയും ഭർത്താവിന്റെയും ഫോണിലേക്ക് നഗ്ന ഫോട്ടോകൾ അയച്ചു നൽകുമെന്ന് ഓൺലൈൻ ലോൺ ദാതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. എബി ജോൺ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. എബി, എങ്ങനെയാണ് ഇവർ ഈ ഇത്തരത്തിൽ ലോൺ സംഘടിപ്പിച്ചത്? അതിനുശേഷമുണ്ടാകുന്ന ഭീഷണിയും ഈ ആത്മഹത്യ വരെ എത്തിയ കാര്യങ്ങൾ എങ്ങനെയാണ്? ഫിജി കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ഓൺലൈൻ ആപ്പ് വഴി ലോൺ എടുക്കുക, അതിനുശേഷം ഈ ലോൺ ദാതാക്കൾ ഈ ലോൺ അടയ്ക്കുന്ന അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യവസ്ഥകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുക, അങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധിയായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇര എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ആരതിയെ വിശേഷിപ്പിക്കാൻ കഴിയും. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇവർ കിടപ്പുമുറിയിൽ ജീവൻ ഒടുക്കിയ നിലയിൽ ഇവരെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരുടെ മരണശേഷം പോലും ഈ ഫോണിലേക്ക് ഈ ചില ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേരിൽ ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ആരതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇവരുടെ ഭർത്താവ് വിദേശത്താണുള്ളത്. ഇവർ എടുത്ത ഈ ലോണ് തിരിച്ചടവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമായിട്ടുള്ള ഇങ്ങനെ വഴിവെക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ ലോൺ എടുത്തു, അതിനുശേഷം സാധാരണ രീതിയിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ കൃത്യമായ രീതിയിൽ ആ വ്യവസ്ഥ അല്ലെങ്കിൽ അത് ഈ ലോൺ നൽകുന്ന കമ്പനികൾ തന്നെ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ആരാണ് എവിടെ നിന്നാണ് തരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലും പലപ്പോഴും അവ്യക്തമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ നിലയ്ക്കുള്ള ഭീഷണികളാണ് ഉണ്ടാവുന്നത്. ഇവർക്ക് ഉണ്ടായ ഭീഷണി എന്ന് പറയുന്നത് ഇവരുടെ നഗ്ന ഫോട്ടോ ഇവരുടെ ഫോണിലേക്ക്, ഇവരുടെ ഭർത്താവിന്റെ ഫോണിലേക്ക് അയച്ചു നൽകും എന്നുള്ളതായിരുന്നു. ഈ ഭീഷണി വന്നതിനെ തുടർന്നാണ് ഇവർ ജീവൻ ഒടുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ളൊരു വിവരമായി നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ മൃതദേഹം കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. ശരി എബി.